ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് നാളെ 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശത്തുമായി 58 മണ്ഡലങ്ങളാണ് ജനവിധി തേടുക. കർഷകരോഷം ശക്തമായ ഹരിയാനയിലും ഇന്ത്യ സഖ്യം കൈകോർക്കുന്ന ദില്ലിയിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും. ആറാം ഘട്ടത്തിൽ ശക്തമായ കർഷക പ്രക്ഷോഭത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ബിജെപി. ജിൽബി തോംസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതോടെ ന്യൂസ് അറ്റ് 9 PM പൂർണ്ണമാകുന്നു. ശേഷം സ്പീഡ് ന്യൂസ് ആണ്. വിനിഷ ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത്. വീറും വാശിയും നിറഞ്ഞ പ്രചരണത്തിന് ശേഷമാണ് നാളെ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 6 സംസ്ഥാനത്തെയും 2 കേന്ദ്രഭരണ പ്രദേശത്തെയും 58 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. ഹരിയാനയിലെ 10ഉം അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം കൈകോർക്കുന്ന ദില്ലിയിലെ 7 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായിട്ട് തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാകും. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കർഷക രോഷവും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരവും അതിശക്തമായിട്ട് തന്നെ പ്രകടമാണ്. ഒപ്പം ഉത്തർപ്രദേശിലെ 14 സീറ്റിലും ബംഗാളിലെയും ബീഹാറിലെയും 8ഉം ഒഡീഷയിലെ 6ഉം ജാർഖണ്ഡിലെ 4ഉം ജമ്മു കാശ്മീരിലെ 1 സീറ്റിലേക്കും വോട്ടെടുപ്പ് നടക്കും. മെഹബൂബ മുഫ്തി, മനോഹർ ലാൽ ഖട്ടർ, ധർമ്മേന്ദ്ര പ്രധാൻ, ദീപേന്ദ്ര സിംഗ് ഹൂഡ തുടങ്ങിയ പ്രമുഖരും നാളെ മത്സര രംഗത്തുണ്ട്. 889 സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത്. അതായത് ഈ 2019 ഈ 58 മണ്ഡലങ്ങളിലും 45 ഇടത്തും BJP ആയിരുന്നു വിജയം കൈവരിച്ചത്. അതിനാൽ തന്നെ ഈ തവണ ഈ 58 മണ്ഡലങ്ങളിൽ ജനവിധി തേടുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് നേരിടുന്നത്. കാരണം ഈ ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ, കർഷക രോഷം പോലുള്ള മറ്റ് വിഷയങ്ങളെല്ലാം BJPയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതും BJPയെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം കുറയുമെന്ന സൂചനയും ശക്തമായിരിക്കുകയാണ്. അതേസമയം ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. BJPക്കെതിരെ ശക്തമായ പ്രചരണമായിരുന്നു ഇന്ത്യ സഖ്യം ഇത്തവണ നടത്തിയത്. എന്തായാലും ഈ ഉഷ്ണതരംഗമൊക്കെ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ശക്തമായ സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം കുറയുമോ എന്ന ആശങ്കയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടെങ്കിലും വലിയ വിജയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ നാളെ രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്.